ഗർഭിണികളെ കുനിഞ്ഞിരുന്നൊക്കെ ജോലി ചെയ്യണമെന്നാ പണ്ടുള്ളവര് പറയാറ്. അവിടെ ഇരുന്ന മൂലയൊക്കെ തുടക്കണി. ആ പിഴിഞ്ഞങ്ങടുത്തെ. ആ പ്രതിഭേ, വേണ്ട, നിനക്ക് പറ്റില്ലെങ്കിൽ നീ ചെയ്യണ്ട. പിന്നെ അവക്ക് പകരം നീ ചെയ്യോടാ? എങ്കിൽ നീ അത് അവന്റെ കൈ കൊടുക്കടി, അവൻ ചെയ്യട്ടെ. എന്താ എന്താ ഇവിടെ? ഇത് കേട്ടോടി, നിന്റെ ഭർത്താവിനെ പ്രതിഭ ജോലി ചെയ്യുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ലടി. എന്നാ പിന്നെ ഇവൻ ചെയ്യട്ടെ എന്ന് ഞാനങ്ങ് പറഞ്ഞു. സോനെ, ഇത് നിന്റെ അമ്മ പ്രതിഭയെ കൊണ്ട് മനഃപൂർവ്വം ചെയ്യിപ്പിക്കുന്നതാ. അവൾക്ക് അതിന് സാധിക്കില്ലെന്ന് അറിഞ്ഞോണ്ട് കഷ്ടപ്പെടുത്തുക. അവക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത് അവള് പറയും. നീ ആരുടെ അവക്ക് വേണ്ടി വാദിക്കാൻ? പ്രതിഭയെ ശ്രദ്ധിക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഇനി നിനക്കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ സോനെ. തറ നിലത്തിരുന്ന് തുടച്ചേ പറ്റുന്നുണ്ടെങ്കിൽ അത് നീ ചെയ്ത് പ്രതിഭയെ സഹായിക്കണം. പ്രതിഭ ഇങ്ങിതാ, ഞാൻ ചെയ്തോളാം. നിനക്ക് പറ്റാത്ത കാര്യങ്ങൾ അമ്മ ആവശ്യപ്പെട്ട അത് പറ്റില്ലെന്ന് തീർത്തു പറയണം. അതിനാരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കുഴപ്പമില്ല സോനെ, ഞാൻ ചെയ്തോളാം. കണ്ടില്ലടി, കണ്ടില്ലേ? അവക്ക് കുഴപ്പമില്ല. നിന്റെ ഭർത്താവിനാണ് അത് കണ്ട് സഹിക്കാത്തത്. എടാ, പൂർണ്ണ ഗർഭിണിയായിരുന്ന എന്റെ മോളെ നീ നിന്റെ അച്ഛന്റെ രണ്ടാനമ്മയുടെ അടുത്താക്കി സ്ഥലമിട്ട് നിനക്ക് ഓർമ്മയുണ്ടോടാ? അന്ന് അവറ്റുകൾ എന്റെ മോളെ കഷ്ടപ്പെടുത്തിയതുപോലെയൊന്നും ഞാൻ എന്റെ മരുമകളോട് ചെയ്യില്ല. ഗർഭിണിയായ ഭാര്യയെ കൊല്ലാൻ കൊടുത്തിട്ട് ഏതോ മദാമ്മയുടെ കൂടെ ഒളിച്ചോടി പോയ നിനക്ക് ഇവിടെ നിന്ന് എന്നെ വിമർശിക്കാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത്? അമ്മേ, എന്താടി, ഞാൻ പറഞ്ഞ സത്യമല്ലേ? നീ നിന്റെ മോളെ പ്രസവിച്ച് കിടക്കുമ്പോ ഇവനേതോ മദാമ്മയോടൊപ്പം ഹണിമൂൺ ആഘോഷിക്കായിരുന്നില്ലേ? അവസാനം അവളും കൈയൊഴിഞ്ഞ് ഭ്രാന്തനായി അലഞ്ഞിരിഞ്ഞു വന്ന ഇവനെ നീ വീണ്ടും ഈ വീട്ടിൽ വിളിച്ചു കയറ്റിയത് എന്നെ ഭരിക്കാൻ വേണ്ടിയാണോടി? ദേ, രണ്ടുപേരോടും കൂടി ഞാൻ പറഞ്ഞേക്കാം, ഈ കുടുംബത്തിൽ ഞാൻ പറയുന്നതേ നടക്കൂ. അതനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തവർക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. അന്തസ്സുള്ള ആണാണെങ്കിൽ അച്ഛ വീട്ടിൽ അട്ടിപ്പേര് കിടക്കാതെ ഭാര്യയും കുട്ടിയും വിളിച്ചോണ്ട് പോയി സ്വന്തം നിലയിൽ ജീവിക്കടാ. അല്ല പിന്നെ ശ്യാമേട്ടം, ശ്യാമേട്ടം, ശ്യാമേട്ടം.